ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്ത തലവര എന്ന മൂവിയാണ്. വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന് പറയുന്ന അസുഖത്തിനിടയായ നമ്മുടെ നായകൻ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വലിയൊരു സിനിമാ പ്രേമിയും സിനിമയിൽ അഭിനയിക്കാനൊക്കെ ആഗ്രഹമുള്ള ജ്യോതിഷ് എന്ന നമ്മുടെ നായകനെയാണ്. മൊബൈൽ ഷോപ്പിൽ ജോലിക്ക് നിൽക്കുന്ന അവൻ എല്ലാ വെള്ളിയാഴ്ചയും ലീവ് എടുത്ത് സിനിമ കാണാൻ പോകുന്ന കാരണം അവന്റെ ജോലി നഷ്ടപ്പെടുന്നു. ജ്യോതിഷിന്റെ നാട്ടില് കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അതിലൊരാളുടെ പേര് ശ്യാം എന്നാണ്. ചെറുപ്പത്തിൽ തന്നെ അവന്റെ തലയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കാരണം എല്ലാവരും അവനെ കിളവ എന്നാ വിളിച്ചിരുന്നത്. അതുപോലെ നമ്മുടെ നായകനായ ജ്യോതിഷിന് വിറ്റിലിഗോ എന്ന് പറയുന്ന അസുഖമുള്ളത് കാരണം അവന്റെ ശരീരത്തിലെല്ലാം തന്നെ വെളുത്ത പാടുകൾ ഉണ്ടായിരുന്നു. കൂട്ടുകാർ അവനെ കളിയാക്കി പാണ്ട എന്നാണ് വിളിച്ചിരുന്നത്. അവന് വീട്ടിൽ നിന്നും കോള് വരുന്നു, അവന്റെ സഹോദരി ജ്യോതിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. വീട്ടിലെത്തുമ്പോ എല്ലാവരും അവളെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇതാണ് ജ്യോതിഷിന്റെ അച്ഛൻ കണ്ണപ്പ. അയാളും ജ്യോതിഷിനെ പോലെ കടുത്തൊരു സിനിമാ ആരാധകനായിരുന്നു. ഈ സിനിമാ ഭ്രാന്ത് അച്ഛന്റെ കയ്യിൽ നിന്നാണ് ജ്യോതിഷിന് കിട്ടിയത്. ഒടുവിൽ ജ്യോതിയെ അന്വേഷിച്ച് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ജ്യോതിഷിന്റെ ഉറ്റ സുഹൃത്തായ ഗണേഷിന്റെ കൂടെ ജ്യോതി ഒളിച്ചോടി പോയതാണെന്ന്. അതോടെ ഗണേഷുമായിട്ട് ജ്യോതിഷിന്റെ ഫാമിലി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. എന്നാൽ താൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവന്റെ കൂടെ ഇറങ്ങി വന്നതെന്ന് ജ്യോതി പറയുന്നു. കൂട്ടുകാരനെ വീട്ടിൽ കയറ്റിയിരുത്തി സഹകരിച്ച് സഹോദരിയും കൊണ്ട് പോയപ്പോ സമാധാനമായില്ലെന്നാണ് ജ്യോതിഷിനോട് അവന്റെ അമ്മ പറയുന്നത്. ആ സംഭവത്തോടു കൂടി ഉറ്റ സുഹൃത്ത് ഗണേഷുമായിട്ട് പിന്നീട് ജ്യോതിഷ് മിണ്ടിയില്ല. ജോലി പോയി അവനാകട്ടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പിന്നീട് ജോലിക്ക് കയറി. ജ്യോതിഷിന്റെ അമ്മയ്ക്കാകട്ടെ നാട്ടിലുള്ള പലരും പുറത്തൊക്കെ പോയി ജോലി ചെയ്ത് നല്ല വീട് വാങ്ങിയും കാറ് വാങ്ങിയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അതുപോലെ തന്റെ മകനും നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. കല്യാണത്തിനും മറ്റും പോകുമ്പോൾ ജ്യോതിഷാകട്ടെ ക്യാമറയുടെ മുന്നിലേക്ക് പോകില്ല. അവന്റെ മുഖത്തെ പാടുകളായിരുന്നു അതിന് കാരണം. ആ പാടും വെച്ചിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും കൊള്ളില്ല എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവരുടെ ഈ കൂട്ടുകാരൻ ശ്യാമാകട്ടെ അവന്റെ നരച്ച തലമുടിയെല്ലാം കറുപ്പിച്ചുകൊണ്ട് വരുന്നു. അതിന്റെ പിന്നിലൊരു കാരണം ഉണ്ടായിരുന്നു. ശ്യാമിന്റെ വീടിന്റെ മുകളിൽ വാടകക്കാർ വന്നിട്ടുണ്ട്. അതിലൊരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടെന്നാണ് അവര് പറയുന്നത്. എല്ലാ എണ്ണം ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. എന്നാൽ ജ്യോതിഷ് മാത്രം പോയില്ല. എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ശ്യാമും കൂട്ടരും ആകട്ടെ ആ പെൺകുട്ടിയുടെ അമ്മയച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സാധനങ്ങളെല്ലാം ഇറക്കി മുകളിൽ കൊണ്ടെത്തിക്കുന്നു. എന്നാൽ ആ സമയം ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. അവളുടെ പേര് സന്ധ്യ എന്നായിരുന്നു. അവൾ സാധനങ്ങൾ വാങ്ങാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിരിക്കുകയാണെന്നാണ് അവരോട് അവളുടെ അമ്മ പറയുന്നത്. അവള് വരുന്നതും കാത്ത് അവരങ്ങനെ ഇരിക്കുകയായിരുന്നു. സന്ധ്യയുടെ അച്ഛൻ മലയാളിയും അമ്മ തമിഴ്നാട്ടുകാരിയായിരുന്നു. അതുകൊണ്ട് സന്ധ്യ കൂടുതലും തമിഴാണ് സംസാരിക്കുന്നത്. അവള് നേരെ ചെല്ലുന്നതാകട്ടെ നമ്മുടെ ജ്യോതിഷിന്റെ സൂപ്പർ മാർക്കറ്റിലും. സന്ധ്യ എടുത്ത സാധനങ്ങൾക്ക് ബില്ലടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന മറ്റൊരു സ്ത്രീ ജ്യോതിഷിനോട് ചോദിക്കുന്നുണ്ട്, നിന്റെ കൂട്ടുകാരൊക്കെ എവിടെയെന്ന്. ശ്യാമിന്റെ വീട്ടിൽ പുതിയ വാടകക്കാർ വന്നിട്ടുണ്ട്. അവിടുത്തെ പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് എല്ലാം കൂടെ പോയിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. നീ പോയില്ലെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണിനെ കാണാൻ നാഗവല്ലിയെ പോലെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോയില്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ കുറിച്ചാണ് പറയുന്നതെന്ന് സന്ധ്യക്ക് മനസ്സിലായി. അവൾ അതുകൊണ്ട് ദേഷ്യത്തിലാണ് അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് സാധനവും വാങ്ങിയ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നിടയ്ക്ക് ആ കണ്ണാടി ഗ്ലാസ്സിൽ അവളുടെ തലയിടിക്കുന്നു. അതോടെ അവൾക്ക് ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെ തോന്നി. ഇനിയിപ്പോ ഈ സാധനം ചുമന്ന് പോകണ്ട, ഇവരുടെ ഹോം ഡെലിവറി സർവീസ് ഉപയോഗിച്ച് ഇവൻ തന്നെ വണ്ടിയിൽ ഇതെല്ലാം കൊണ്ടുവയ്ക്കുമെന്ന് ആ സ്ത്രീ പറയുന്നു. അത് കാരണം അവളെയും കൂട്ടി അവനകട്ട് സാധനങ്ങളും എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയാണ്. എങ്ങോട്ടാ പോകണ്ടെന്ന് ചോദിച്ചപ്പോ അവള് പറയുന്നുണ്ട്, നേരത്തെ നിങ്ങൾ പറഞ്ഞ ആ നാഗവല്ലി ഞാനാണെന്നും അങ്ങോട്ടേക്ക് വിട്ടാ മതിയെന്നും. ആളറിയാതെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ അവന് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. സന്ധ്യ എത്തിയപ്പോഴേക്കും ജ്യോതിഷന്റെ കൂട്ടുകാരെല്ലാം തന്നെ സന്ധ്യ വായി നോക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും അവളെ ഒന്ന് വളച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇവിടെ ജ്യോതിഷനോട് അവന്റെ അമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും താമസം മാറ്റണം, നല്ലൊരു വീട് വെക്കണമെന്ന്. തൊട്ടപ്പുറത്തുള്ള ആൾക്കാരൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. നീയും അതുപോലെ പുറത്തേക്ക് എന്തെങ്കിലും ജോലി നോക്കാനാണ് അവനോട് അമ്മ പറയുന്നത്. അങ്ങനെ പിറ്റേന്നവൻ ഒരു ഏജൻസിയിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാകട്ടെ നമ്മുടെ സന്ധ്യയെ അവിടെ വെച്ച് കാണുന്നു. അവൾ അന്ന് അവിടെ ജോയിൻ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇവനെ കണ്ടതും തലേന്നത്തെ ദേഷ്യമൊക്കെ വെച്ചിട്ടാണ് അവൾ സംസാരിക്കുന്നത്. പുറത്തേക്ക് പോകുന്നതിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും അറിയാതെ അവിടേക്ക് കയറി വന്ന കാരണം അവൾ അവനോട് ചൂടാകുന്നുണ്ട്. എന്നാലും തന്റെ ജോലി പോകണ്ടെന്ന് കരുതിയിട്ട് തൽക്കാലം അവനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഒരു 9 ലക്ഷം രൂപയെങ്കിലും തുടക്കം അടയ്ക്കണം, വീടോ അങ്ങനെ സ്ഥലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണയം വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തരാമെന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ അവന്റെ കയ്യിൽ അങ്ങനെയൊന്നും തന്നെയില്ല. അവന്റെ ഉള്ള സ്ഥലം പണയം വെച്ചാൽ 5 ലക്ഷം രൂപ പോലും കിട്ടില്ല. അത് കാരണം തൽക്കാലം ആ പരിപാടി ഉപേക്ഷിച്ച് അവൻ പോയി. പിന്നീട് ഇവരുടെ നാട്ടിലെ അമ്പലത്തിൽ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ജ്യോതിഷ് അവന്റെ അമ്മയോടൊപ്പം പോകുന്നുണ്ട്. എന്നാൽ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്ന കാരണം നടക്കുന്ന കാര്യങ്ങളൊന്നും അവന്റെ അമ്മയ്ക്ക് കാണാൻ വയ്യ. അവിടെ അടുത്തായിരുന്നു ഗണേഷിന്റെയും ജ്യോതിയുടെയും വീട്. അവര് വീടിന്റെ മുകളിൽ നിന്ന് ഈ പരിപാടിയെല്ലാം കാണുന്ന കണ്ടിട്ട് അങ്ങോട്ടേക്ക് പലരെയും വിളിക്കുന്നുണ്ട്. എന്നാൽ മകൾ ഇറങ്ങിപ്പോയ ദേഷ്യം മനസ്സിൽ കിടക്കുന്ന കാരണം ഇവർ അങ്ങോട്ടേക്ക് പോയില്ല. നീ വീട് വെക്കുന്ന സമയത്തും ഇരുനില വീട് വെക്കണമെന്ന് അവർ ജ്യോതിഷിനോട് പറയുന്നു. വേറെ ആരുടെയെങ്കിലും വീടിന്റെ മുകളിൽ കയറി നമുക്കിത് കാണാമെന്ന് ജ്യോതിഷ് പറയുമ്പോൾ എനിക്കിങ്ങനെ വേറെ ആരുടെയും വീടിന്റെ മുകളിൽ നിന്ന് കാണണ്ടെന്നാണ് അവർ പറയുന്നത്. തൽക്കാലം അവരുടെ ദേഷ്യം മാറ്റാൻ വേണ്ടിയിട്ട് അവന്റെ ജെസിബിയുടെ മുകളിലേക്ക് അവരെ കയറ്റുന്നു. ഇതെല്ലാം തന്നെ ജ്യോതിയും ഗണേശും കാണുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ശ്യാമാകട്ടെ ജ്യോതിഷിനോട് ഒന്ന് പറയുന്നുണ്ട്, എനിക്ക് സന്ധ്യ ഒരുപാട് ഇഷ്ടമാ, നീ അതൊന്ന് പോയി അവളോട് പറയാൻ. വേറെ അവന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല, അവന്മാരും അവളെ വായി നോക്കുന്നതാണ്. നീ ആകുമ്പോ കുഴപ്പമില്ലല്ലോ, നിനക്ക് നല്ല പോലെ അത് അവതരിപ്പിക്കാനും അറിയാം. അങ്ങനെ ശ്യാമിന് സന്ധ്യ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ജ്യോതിഷ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളാകട്ടെ അവനോട് പറയുന്നുണ്ട്, താനെന്ന ഏജൻസിയിൽ വന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ട കാരണം തിരിച്ചു പോയതാന്ന് എനിക്ക് മനസ്സിലായി, തന്റെ ലോൺ നമുക്ക് ശരിയാക്കാം, താൻ ഒന്നുകൂടി അങ്ങോട്ടേക്ക് വരാൻ. എന്നാൽ ലോണൊന്നും എടുക്കാൻ പാകത്തിന്
എന്റെ കയ്യിൽ സ്ഥലമോ വീടോ ഒന്നും ഇല്ലാന്നാണ് അവൻ പറയുന്നത്. പിന്നെ ഞാനെന്ന് തന്നെ കാണാതെയാണ് നാഗവല്ലി എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ കണ്ടു കഴിഞ്ഞിട്ട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോ അവൻ പറയുന്നുണ്ട് തന്നെ കണ്ട പ്രേമത്തിലെ മലരിനെ പോലെ എനിക്ക് തോന്നുന്നെന്ന്. അതൊക്കെ കേൾക്കുമ്പോ അവള് ചിരിക്കുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് അവൻ ശ്യാം അവളെ സ്നേഹിക്കുന്ന കാര്യം പറയുകയും ചെയ്യുന്നു. എന്നാൽ അവൾക്കാകട്ടെ അവനോടായിരുന്നു ഒരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നത്. ജ്യോതിഷിന്റെ സംസാരവും ആ പോസിറ്റിവിറ്റി എല്ലാം തന്നെ അവളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പലതവണ സൂപ്പർ മാർക്കറ്റിലെ ഹോം ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവളുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. പലയിടത്തും വെച്ചും കാണാൻ തുടങ്ങി. പിന്നീട് നല്ല സുഹൃത്തുക്കളായി ഇവർ മാറുകയായിരുന്നു. ഒരു ദിവസം ഇവർ ഒരുമിച്ച് സിനിമ കാണാനും പോയി. ഇതെല്ലാം തന്നെ ശ്യാമും കൂട്ടുകാരും കാണുന്നുണ്ട്. കൂടെ നടന്ന് നീ എന്തായാലും അവളെ സെറ്റാക്കിയില്ലെന്ന് പറഞ്ഞിട്ട് ശ്യാം അവനോട് വഴക്കിടുന്നു. എന്നാൽ താനും അവളും തമ്മിൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ എല്ലാ കാമുകന്മാരും ഇങ്ങനെ തന്നെ പറയുന്നതെന്നാണ് ശ്യാം പറയുന്നത്. തന്റെ കൂട്ടുകാർ തന്നെ തെറ്റിദ്ധരിക്കുന്ന കാരണം പിന്നീട് ജ്യോതിഷ് സന്ധ്യയുടെ കൂടെ കൂടുതൽ അടുക്കാൻ പോയില്ല. അവൾ വിളിക്കുമ്പോഴൊക്കെ ഫോൺ കട്ട് ചെയ്യാനും തുടങ്ങി. പുറത്തേക്ക് പോകാനുള്ള ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അവനൊരു ഫോട്ടോ എടുക്കണമായിരുന്നു. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ ഈ അസുഖം വന്നത്. അതിനു മുൻപ് വരെ അവൻ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം അവന്റെ കയ്യിൽ ഒരു ഫോട്ടോയും ഇല്ല. അത് കാരണം അവൻ തൽക്കാലം ഇപ്പൊ സ്റ്റുഡിയോയിൽ ഒരു ഫോട്ടോ എടുക്കാൻ വന്നതാണ്. എന്നാൽ ആ സമയത്ത് അവിടെ ചെറിയൊരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നടക്കുകയായിരുന്നു. അതിൽ അഭിനയിക്കാൻ വന്ന ആരോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കാരണം ആ റോള് ചെയ്യാൻ പറ്റിയ വേറൊരാളെ ആവശ്യമുണ്ടായിരുന്നു. അത് കാരണം ആ ഡയറക്ടർ ആകട്ടെ ജ്യോതിഷിനോട് ചോദിക്കുന്നുണ്ട് ചേട്ടൻ അഭിനയിക്കാൻ പറ്റുമെന്ന്. അഭിനയിക്കാനൊക്കെ അവന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അവന്റെ ആ ഒരു ഫേസ് വെച്ചിട്ട് അവന് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതിൽ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവരെ നിർബന്ധിച്ച കാരണം അവൻ ഡയലോഗുകൾ പറയാൻ തുടങ്ങി. അവൻ നന്നായിട്ട് അഭിനയിക്കുന്ന കണ്ടിട്ട് അവര് പറയുന്നുണ്ട് നമുക്ക് ടേക്ക് പോകാമെന്ന്. പക്ഷെ ക്യാമറ ഓൺ ആക്കിയതോടുകൂടി അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നു. ക്യാമറയിൽ എന്നെ കാണാൻ കൊള്ളില്ല, എനിക്ക് ക്യാമറയുടെ മുന്നിലിരുന്ന് അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ അവൻ പറയുന്നു. ഒരു രീതിയിലാണ് അവരെല്ലാവരും അവനെ കൺവിൻസ് ചെയ്യുന്നത്. അങ്ങനെ നിർബന്ധം കാരണം അവൻ അഭിനയിക്കുന്നു. അവന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഡയറക്ടർ ആകട്ടെ അവനോട് പറയുന്നുണ്ട് ചേട്ടന് സിനിമയിൽ ട്രൈ ചെയ്തുകൂടെ എന്ന്. എന്റെ മുഖമൊക്കെ വെച്ചിട്ട് ആരാണ് അഭിനയിക്കാൻ വിളിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സിനിമയിൽ സൗന്ദര്യത്തിന് മാത്രമല്ല കാര്യം, കഴിവിനും കാര്യമുണ്ടെന്ന്. ഇപ്പൊ സിനിമയ്ക്ക് ഒരുപാട് മാറിപ്പോയി, കഴിവുള്ള ആൾക്കാരെയാണ് അഭിനയിക്കാൻ വിളിക്കുന്നതെന്ന് അയാൾ പറയുന്നു. ഒരു ഒഡീഷൻ നടക്കുന്നുണ്ട്, അതിലൊന്ന് വന്ന് പങ്കെടുക്കാനും ജ്യോതിഷിനോട് അയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെ ജ്യോതിഷ് പുറത്തേക്ക് പോകാനുള്ള ഇന്റർവ്യൂവിന് പോകുകയെന്ന് പറഞ്ഞിട്ട് ഓഡീഷന് പോകാൻ ഇറങ്ങി തിരിച്ചു. എന്നാൽ ഇന്റർവ്യൂവിന് പോകുന്ന സ്ഥിതിക്ക് ഈ വേഷം വേണ്ട, പോയി ഫോർമലായിട്ടുള്ള ഷർട്ട് എടുത്തിടാൻ അവന്റെ അമ്മ പറയുന്നുണ്ട്. അവന്റെ അമ്മ വേസ്റ്റ് ഒക്കെ വരുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അവന്റെ അച്ഛനിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും തന്നെയില്ല. സിനിമ കാണാൻ വേണ്ടിയിട്ട് അയാൾ പലപ്പോഴും ഭാര്യയുടെ കയ്യിൽ നിന്നാണ് കാശ് വാങ്ങുന്നത്. അത് കാരണം അവർ തമ്മിൽ അതിന്റെ പേരിൽ പലപ്പോഴും ഇഷ്യൂസും ഉണ്ടായിരുന്നു. സിനിമയുടെ പുറകെ പോയാണ് അയാളുടെ ജീവിതം ഇങ്ങനെയായത്. അയാളുടെ കൂടെ കൂടിയിട്ടാണ് ഇവരിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അവന്റെ അമ്മ എപ്പോഴും പറയുന്നത്. അങ്ങനെ ജ്യോതിഷ് ഓഡിഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ 500 രൂപ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കണമായിരുന്നു. അവന്റെ കയ്യിലാകട്ടെ അപ്പോൾ 430 രൂപയുള്ളൂ. ബാക്കിയുള്ള കാശ് അവൻ ഗൂഗിൾ പേ ചെയ്യാമെന്ന് പറയുന്നു. രജിസ്ട്രേഷൻ ഫീ വാങ്ങിക്കാനിരുന്ന ആളാകട്ടെ ആ സിനിമയിൽ ഒരു റോള് കൂടി ചെയ്യുന്നുണ്ടായിരുന്നു. അയാളാകട്ടെ ഇവനെ കണ്ടപ്പോഴേ കളിയാക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഇവന്റെ ഫേസും ലുക്കൊക്കെ വെച്ചിട്ട് സിനിമയിലൊന്നും അഭിനയിക്കാനുള്ള കഴിവില്ല എന്നാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല അകത്തേക്ക് പോകുന്നതിന് മുമ്പ് അവനോട് ഷർട്ട് എടുത്ത് പുറത്തിടാനും ഷർട്ടിന്റെ കൈയൊക്കെ മുകളിലേക്ക് ചുരുട്ടി വെക്കാനും പറയുന്നു. അധികം കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെയാണ് അവൻ അവിടേക്ക് ചെല്ലുന്നത്. ഓഡീഷൻ എടുത്തുകൊണ്ടിരുന്ന ആളാകട്ടെ അവൻ അഭിനയിക്കാൻ ഒരു രംഗം കൊടുക്കുന്നു. അവനത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അവൻ സെലക്ട് ആയി എന്നും ഷൂട്ട് നടക്കുന്നിടത്തേക്ക് പറയുന്ന തീയതിയിൽ വരണമെന്നും അവർ പറയുന്നു. ഒരുപാട് ഹാപ്പി ആയിട്ടാണ് അവൻ തിരിച്ചിറങ്ങി വരുന്നത്. അവിടെ വെച്ച് അവൻ ഇതുപോലെ ഓഡീഷനിൽ പങ്കെടുക്കാനൊക്കെ സ്ഥിരമായി വരുന്ന നിഹാൽ എന്ന് പറയുന്ന ഒരു പയ്യനെയും പരിചയപ്പെടുന്നു. അവിടെ നിന്നും അവൻ തിരിച്ചു വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ചില പ്രശ്നങ്ങൾ നടക്കുന്ന അവൻ കാണുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് വന്ന അവന്റെ സഹോദരി ജ്യോതിയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോയിൽ ഗണേഷ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ആ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഓട്ടോക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗണേഷ് മറ്റൊരു സ്റ്റാൻഡിൽ ഓടുന്ന വ്യക്തിയാണ്. അവൻ എന്തിനാണ് ഇവിടെ വന്ന് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ വിളിച്ചുകൊണ്ട് പോകുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ഇതെന്റെ വൈഫാണെന്നും അവൾ വിളിച്ചിട്ടാണ് താൻ വന്നതെന്നും ഗണേഷ് പറഞ്ഞിട്ടും അവർ കേൾക്കാതെ വഴക്കുണ്ടാക്കുകയായിരുന്നു. ഇങ്ങനെ വൈഫ് എന്നൊക്കെ പറഞ്ഞ് ഉടായി പറക്കണ്ടെന്ന് അവർ പറയുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് ജ്യോതിഷ് അവിടേക്ക് വരുന്നത്. അവനും അതിൽ ഇടപെടാൻ തുടങ്ങി. അപ്പോഴേക്ക് ഓട്ടോക്കാർ അവനെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. ഒടുവിൽ അവിടെ ഒരു പോലീസുകാരൻ വന്ന് കാര്യം അന്വേഷിക്കുമ്പോൾ ജ്യോതി പറയുന്നുണ്ട് താൻ പ്രഗ്നന്റ് ആണെന്നും തനിക്ക് തീരെ സുഖമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്നും താൻ വിളിച്ചിട്ടാണ് ഹസ്ബൻഡ് ഗണേഷ് ഇവിടേക്ക് വന്നതെന്നും പറയുന്നു. അങ്ങനൊരു സാഹചര്യത്തിലാണ് തന്റെ വൈഫ് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം ഗണേഷ് അറിയുന്നത് തന്നെ. നീ എന്താ എന്നോട് പറയാഞ്ഞെന്ന് ഗണേഷ് ചോദിക്കുമ്പോൾ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇങ്ങനൊരു സാഹചര്യത്തിൽ പറയേണ്ടി വന്നു എന്ന്. അതിന്റെ ഇടയ്ക്ക് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഈ നിൽക്കുന്ന പയ്യൻ ആരാന്ന്. ജ്യോതിഷിനെ നോക്കിയായിരുന്നു പോലീസുകാരൻ അങ്ങനെ ചോദിച്ചത്. താൻ ഫ്രണ്ട് ആണെന്ന് അവൻ പറയുമ്പോൾ ഗണേഷ് പറയുന്നുണ്ട് ഫ്രണ്ട് മാത്രമല്ല എന്റെ അളിയനും കൂടെയാണെന്ന്. അത്രയും കാലം മിണ്ടാതിരുന്ന അവരാകട്ടെ ആ ഒരു സാഹചര്യത്തിൽ പരസ്പരം മിണ്ടുന്നു. വീട്ടിലെത്തി കഴിയുമ്പോൾ അവൻ അമ്മയോട് പറയുന്നുണ്ട് ജ്യോതി പ്രഗ്നന്റ് ആണെന്ന്. എന്നാൽ അവന്റെ അമ്മയ്ക്ക് ജ്യോതിയുള്ള ദേഷ്യം ഇപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. സന്ധ്യ വിളിച്ചിട്ട് പിന്നീട് ജ്യോതിഷ് ഫോൺ എടുക്കാത്ത കാരണം ഒരു ദിവസം അവൻ ഹോം ഡെലിവറിക്ക് വരുന്ന സമയത്ത് അവളാകട്ടെ അവനെ വീട്ടിലേക്ക് കയറ്റി വാതിലടിക്കുന്നു. താൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തെന്ന് ചോദിച്ചിട്ട്. തന്റെ കൂട്ടുകാരൻ നമ്മളെ രണ്ടുപേരെയും പറ്റി പറഞ്ഞ് കളിയാക്കുന്നതിനെ പറ്റി അവൻ സംസാരിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, അവള് ചോദിക്കുന്നുണ്ട് നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ എന്ന്. അവൻ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. ജിജി എന്നായിരുന്നു അവളുടെ പേര്. കോളേജ് സമയത്തുള്ള പ്രണയമാണ്. അന്ന് അവന്റെ വിറ്റിലുകയൊന്നും അവൾക്ക് പ്രശ്നമായിരുന്നില്ല. എന്നാൽ പതിയെ പതിയെ അത് പകരുമോ എന്ന് അവൾക്ക് തോന്നിയിട്ട് അവൾ അവനെ ഇട്ടിട്ട് പോയതാണ്. ആ വിഷമമൊക്കെ മറക്കാൻ അവൻ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവൻ
പ്രണയത്തിലൊന്നും പോയി പെട്ടിട്ടില്ല. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് സന്ധ്യ അവനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോകില്ല എന്ന്. അവിടെ നിന്നും അവളോട് എന്ത് പറയണമെന്നറിയാതെയാണ് അവൻ ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് കാണുന്നത് ഇവർ രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതും പരസ്പരം പ്രണയിച്ചു മുന്നോട്ട് പോകുന്നതുമാണ്. ഇതെല്ലാം തന്നെ അവന്റെ കൂട്ടുകാരൻ കാണുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അവനാകട്ടെ അവളോട് പറയുന്നുണ്ട്, താൻ ഒരു ഓഡീഷനിൽ സെലക്ട് ആയിട്ടുണ്ട്, ഇന്നതിന്റെ ഷൂട്ട് കിടക്കുന്നുണ്ട്, ഞാൻ അവിടേക്ക് പോവുകയാണെന്ന്. അവളാണ് അവനെ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ അവിടെ വന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവൻ പേടിച്ച് തിരിച്ചു പോകാൻ തുടങ്ങി. എന്നാൽ അവൾ അവനോട് പറയുന്നുണ്ട്, ഇപ്പൊ നീ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇനി ഒരിക്കലും നിനക്ക് ഇതുപോലൊരു ചാൻസ് കിട്ടില്ല എന്ന്. രണ്ടും കൽപ്പിച്ച് അവൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അന്ന് പരിചയപ്പെട്ട നിഹാലിനെയും അവൻ അവിടെ വെച്ച് കാണുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതെല്ലാം ഉടായ്പാണെന്ന് അവന് മനസ്സിലായത്. നല്ലൊരു വേഷമൊന്നുമല്ല അവന് കിട്ടിയത്. സമരത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വേഷം. വെറുതെ ക്യാഷ് വാങ്ങി പറ്റിച്ചതാണെന്ന് അവന് മനസ്സിലായി. അന്ന് ആ ക്യാഷ് വാങ്ങാനിരുന്ന ഷൈന് ഈ ഒരു സിനിമയിൽ നല്ല വേഷം ഉണ്ടായിരുന്നു. അവൻ അയാളോട് പോയി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ എന്ന്. ഇതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ക്യാഷ് ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ലായിരുന്നു. എന്നാൽ അത് കേട്ട് ഷൈൻ പറയുന്നുണ്ട്, നിന്റെ ലുക്കിന് ഈ ഒരു വേഷമൊക്കെ കിട്ടുമെന്ന്. അല്ലാതെ നായകനെ പോലെ സ്റ്റേജിൽ കയറിയുന്ന വലിയ ഡയലോഗൊന്നും പറയാൻ നിന്നെ കൊണ്ട് പറ്റില്ല. വേണമെങ്കിൽ തൽക്കാലം നിന്നെ ഫ്രണ്ടിൽ നിർത്താമെന്ന് പറഞ്ഞിട്ട് ഷൈൻ അവനെ ഫ്രണ്ടിലേക്ക് പിടിച്ചു നിർത്തി. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങി കഴിയുമ്പോഴേക്കും ക്യാമറമാൻ ആകട്ടെ ബഹളം ഉണ്ടാക്കുന്നു. ഇതുപോലൊരു ഫേസിലുള്ള ഒരാളെ ഫ്രണ്ടിൽ നിർത്തിയത് എന്തിനാണെന്ന് ചോദിച്ച്. ഇതൊരു ഹൊറർ ഫിലിം ഒന്നുമല്ല, അതുകൊണ്ട് അയാളെ പിടിച്ച് ബാക്കിൽ നിർത്താൻ പറഞ്ഞിട്ട് ജ്യോതിഷിനെ അവർ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഒരു ഇൻസൾട്ട് അവന് താങ്ങാൻ പറ്റിയില്ല. അവന്റെ കണ്ണുകളെല്ലാം നിറയുന്നുണ്ടായിരുന്നു. ആകെ വിഷമത്തോടെയാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. ഓഡീഷന് പോയ കാര്യമൊന്നും അവൻ വീട്ടിൽ പറഞ്ഞില്ല. പക്ഷെ അവൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നില്ലേ, അത് പുറത്തിറങ്ങിയത് അവന്റെ അച്ഛൻ കാണുന്നുണ്ട്. അത് കണ്ടിട്ട് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ നന്നായിട്ട് അഭിനയിച്ചു എന്ന്. എന്നാൽ അവന്റെ അമ്മ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അച്ഛനെ പോലെ നീയും സിനിമാ ഭ്രാന്തമായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓഡീഷനൊന്നും ഇനി പോകില്ല എന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുകയായിരുന്നു അവൻ. അതിന്റെ ഇടയ്ക്കാണ് ആ ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്ത പയ്യൻ അവനെ വീണ്ടും വന്ന് കാണുന്നത്. ചേട്ടനൊന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ ആ ഷോർട്ട് ഫിലിം ഇറങ്ങില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ഷൂട്ടിങ്ങിന് പോയിട്ടുള്ള അനുഭവത്തെ പറ്റി ജ്യോതിഷ് അവനോട് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട, അത് പോന്നെങ്കിൽ പോട്ടെ, വേറെയും ചാൻസ് കിട്ടുമെന്ന്. എന്നാൽ നീ പറഞ്ഞ പോലെ സിനിമയൊന്നും മാറിയിട്ടില്ല, അവിടെ എപ്പോഴും സൗന്ദര്യമൊക്കെ തന്നെയാണ് വലിയ കാര്യമെന്ന് അവൻ പറയുമ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചേട്ടൻ വീട്ടിലിരിക്കുകയാണെങ്കിൽ അങ്ങ് ഇരുന്നോളാൻ പറഞ്ഞിട്ട് ആ പയ്യൻ അവിടെ നിന്നും പോയി. ആകെ വിഷമത്തോടു കൂടിയാണ് അവൻ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അവന്റെ ഫ്രണ്ട്സും അവനെ കളിയാക്കാൻ തുടങ്ങി. നല്ല കാശൊന്നും കൊടുക്കാതെ നിന്നെയൊന്നും ആരും അഭിനയിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ മാത്രമല്ല അവനെ പാണ്ഡേ പാണ്ഡേ എന്ന് വിളിച്ച് കളിയാക്കാനും തുടങ്ങി. എന്നാൽ ഇത്തവണ മനസ്സിൽ കിടക്കുന്ന വിഷമമെല്ലാം കാരണം അവൻ തന്റെ ഫ്രണ്ട്സുമായിട്ട് വഴക്കിടുന്നു. മര്യാദയ്ക്ക് എന്നെ ഇനി പാണ്ഡേ എന്ന് വിളിക്കാതെ എന്റെ പേര് വിളിക്കാനാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ അങ്ങനെ വിളിക്കുന്നു അവർ പറയുമ്പോൾ അവൻ അവരുമായിട്ട് തല്ലുപിടിക്കുന്നു. കൂട്ടത്തിലും മറ്റൊരുത്തിന്റെ പേര് മിന്നൽ എന്നായിരുന്നു. അവനാകട്ടെ ജ്യോതിഷിനോട് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ എല്ലാവരും മിന്നൽ എന്ന് പറഞ്ഞ് ഇരട്ടപ്പെരട്ട് വിളിക്കുന്നില്ലേ, ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? എന്നാൽ ജ്യോതിഷ് പറയുന്നുണ്ട്, മിന്നൽ വേഗത്തിൽ ഓടാൻ സാധിക്കുന്നത് കൊണ്ടാണ് നിന്നെ മിന്നൽ എന്ന് വിളിക്കുന്നത്, അല്ലാതെ നിന്നെ കളിയാക്കി വിളിക്കുന്നതല്ല, അത് നിന്റെ കഴിവ് കൊണ്ട് വിളിക്കുന്നതാ. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനല്ല, എന്റെ ഈ ഒരു അസുഖം വെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും പാണ്ടാന്ന് എന്നെ കളിയാക്കി വിളിക്കുന്നത്. അത്രയും പറഞ്ഞ് അവന്റെ ഫ്രണ്ട്സുമായിട്ട് വഴക്കിട്ട് അവൻ അവിടെ നിന്നും പോയി. പിന്നീട് അവൻ ഫ്രണ്ട്സിനോടൊന്നും തന്നെ മിണ്ടിയില്ല. സങ്കടം തോന്നുമ്പോ അവൻ പോയിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടേക്ക് സന്ധ്യയും വരുന്നു. നീ ലൈഫിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെ ചെയ്യാനാണ് സന്ധ്യ പറയുന്നത്. എന്നാൽ അവൻ ഇഷ്ടപ്പെട്ടത് സിനിമയായിരുന്നു. അതിലൊട്ട് അവന് അവസരവും ലഭിക്കുന്നില്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് ഒരു നിലയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആരും കളിയാക്കില്ല എന്ന് അവള് പറയുന്നു. എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് വീണ്ടും ഓഡീഷന് പോകാമെന്ന് അവൻ വിചാരിക്കുകയാണ്. സന്ധ്യയോടും അവളുടെ കൂട്ടുകാര് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനൊരാളെ എന്താണ് നീ സ്നേഹിക്കുന്നതെന്ന്. എന്നാൽ സന്ധ്യ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അവൻ എന്താ ഒരു കുറവെന്ന്. അവന്റെ ആ ഒരു അസുഖമൊന്നും തന്നെ സന്ധ്യ കാര്യമാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവർ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ജ്യോതിഷിന്റെ ഫോൺ സന്ധ്യയുടെ കയ്യിലായി പോയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവൻ അവളുടെ വീടിന്റെ അടുത്തേക്ക് വരുന്നു. മതില് ചാടി സ്റ്റെപ്പിന്റെ അടുത്തേക്ക് വന്ന അവന്റെ കയ്യിൽ അവൾ ഫോൺ കൊടുത്ത ശേഷം അവന്റെ നെറ്റിൽ ഒരു ഉമ്മയും കൊടുക്കുന്നു. അതും വാങ്ങി അവൻ മതില് ചാടി തിരിച്ചു വരുമ്പോ നേരെ ചെന്ന് പെടുന്നത് അവളുടെ അച്ഛന്റെയും അവളുടെ കസിന്റെയും ഫ്രണ്ടിലായിരുന്നു. അവരാകട്ടെ ഇവനെ കൈയോടെ പിടിച്ചിട്ട്, നീ എവിടുന്നാടാ വരുന്നത്, കക്കം കയറിയതാണോന്നൊക്കെ ചോദിച്ചിട്ട് കുറെ വഴക്കുണ്ടാക്കുന്നു. ബഹളം കേട്ട് തിരിച്ചു കയറിപ്പോയ സന്ധ്യയാകട്ടെ ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. അവൾ ഒന്നും തന്നെ പറയുന്നുമില്ല. അവൻ എന്ത് പറയണം എന്നറിയാതെ നിൽക്കുമ്പോഴാകട്ടെ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഇത് താഴത്തെ വീട്ടിലുള്ള ശ്യാമിന്റെ ഫ്രണ്ടാണെന്ന്. പക്ഷെ ശ്യാമും ഫാമിലിയും അവിടെ ഇല്ലായിരുന്നു. അവരെല്ലാവരും പളനിക്ക് പോയിരുന്നതാണ്. ചിലപ്പോ അവനെ കാണാൻ വന്നതായിരിക്കും, അവനെ തൽക്കാലം വിട്ടേക്കാൻ സന്ധ്യയുടെ അമ്മ പറയുന്നു. ഇവനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമൊക്കെ ഉണ്ടെന്ന് സന്ധ്യയുടെ കസിൻ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും അവൾ മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. അത് കാരണം അവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം അവൾ ഫോൺ വിളിച്ചിട്ട് അവൻ എടുക്കുന്നുണ്ടായിരുന്നില്ല. അത് കാരണം പിറ്റേന്ന് സൂപ്പർ മാർക്കറ്റിൽ അവൾ വരികയും താൻ അവരുടെ മുന്നിൽ വെച്ച് റിയാക്ട് ചെയ്യാതിരുന്നതിന് സോറി പറയുകയും ചെയ്യുന്നുണ്ട്. വീട്ടുകാരങ്ങനെയൊക്കെ പറയുമ്പോഴും അവൾ മിണ്ടാതെന്നായിരുന്നു അവന് ദേഷ്യം വന്നതിന് കാരണം. എന്നാൽ അവരങ്ങനെയൊക്കെ പറഞ്ഞതിൽ നീ എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നതെന്നാണ് അവൾ ചോദിക്കുന്നത്. അവന് വലിയൊരു ഡിഫക്റ്റ് ഉണ്ടെന്ന് അവന്റെ മനസ്സിൽ തന്നെയുണ്ട്. അത് കാരണം ആ ഒരു ഈഗോ എല്ലാം നീ ആദ്യം മാറ്റിവെച്ചിട്ട് ബാക്കിയോട് സംസാരിക്കാൻ അവൾ പറയുന്നു. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായ കാരണം അവര് പിന്നീട് പരസ്പരം അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൻ റോഡിലൂടെ പോകുന്ന വഴിക്ക് സന്ധ്യയുടെ ആ കസിനും കൂട്ടുകാരും വന്നിട്ട് അവനെ കുറെ തല്ലുന്നുണ്ട്. സന്ധ്യ ചെറുപ്പം മുതലേ താൻ സ്നേഹിക്കുന്നതാണെന്നും അവൾ എന്റെ പെണ്ണാണെന്നും അയാൾ പറയുന്നു. അവനെ ഇങ്ങനെ തല്ലുന്നതെല്ലാം അവന്റെ കൂട്ടുകാർ കണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു. അവരാ ഏരിയയിൽ നിന്ന് കളിക്കുകയായിരുന്നു. പക്ഷെ അവനുമായിട്ട് നേരത്തെ തെറ്റിപ്പിരിഞ്ഞ കാരണം അവന്റെ കൂട്ടുകാരും തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാൻ പോയില്ല. പക്ഷെ ഒരുപാട് അവനെ അടിക്കാൻ തുടങ്ങിയതോടുകൂടി അവന്റെ കൂട്ടുകാര് ആരും കാണാതെ കല്ലുകൾ പറക്കി
നോക്കി ഇവനെ അടിക്കുന്ന പയ്യന്മാരെ അറിയാൻ തുടങ്ങി. അതിലൊരു കല്ല് നേരെ പോയി സന്ധ്യയുടെ കസിന്റെ നെറ്റിയിലാണ് കൊള്ളുന്നത്. അതുപോലെ മറ്റൊരു കല്ല് അവര് വന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റും തകർക്കുന്നുണ്ട്. അതറിഞ്ഞത് തൊട്ടടുത്ത വീടുള്ള നമ്മുടെ ഗണേഷ് ആയിരുന്നു. തന്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും തന്റെ കൂടെയുണ്ടെന്ന് ജ്യോതിഷിന് മനസ്സിലായി. അവരെല്ലാം അവനെ വന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കുകയും അവന് വെള്ളം കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. ആ വഴക്കിന് ശേഷം സന്ധ്യയും ഇവനും തമ്മിൽ വലിയ കോണ്ടാക്ട് ഇല്ലാത്ത കാരണം സന്ധ്യ ആകെ വിഷമത്തിലായിരുന്നു. ജ്യോതിഷാകട്ടെ നിഹാലിന്റെ കൂടെ പല ഓഡീഷനും അറ്റൻഡ് ചെയ്യാനും പോയി. ഗണേഷിന്റെയും ജ്യോതിഷിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി. അവർ വീണ്ടും സുഹൃത്തുക്കളായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പുതിയ വീട് വെച്ചത് കാരണം സന്ധ്യയുടെ കുടുംബം അവിടെ നിന്നും സാധനങ്ങളൊക്കെയായി പുതിയ വീട്ടിലേക്ക് പോയി. അതെല്ലാം നിസ്സഹായനായി നോക്കി നിൽക്കുകയായിരുന്നു ജ്യോതിഷ്. അങ്ങനെ ഒരു ദിവസം അവന്റെ അമ്മ ജോലിക്ക് പോകാൻ നേരം അവനാകട്ടെ അമ്മയോട് 2000 രൂപ ചോദിക്കുന്നു, പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട്. അവന്റെ അമ്മ കയ്യിൽ കാശില്ലാത്ത കാരണം വേറൊരാളുടെ കയ്യിൽ നിന്നാണ് അവന് കാശ് വാങ്ങി കൊടുക്കുന്നത്. അവൻ ക്യാഷും വാങ്ങി അക്ഷയ സെന്ററിലേക്ക് പോകുന്ന വഴിക്ക് അവൻ്റെ ഒരു കോള് വരുന്നു. ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് അവന്റെ അഭിനയം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ആ കോള് വന്നത്. ഒരു ഓഡീഷൻ ഉണ്ട്, അതിലൊന്ന് പങ്കെടുക്കാമെന്നും ചോദിക്കുന്നു. എന്നാൽ താൻ ജോലി ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്, താൻ വരുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. തൃശ്ശൂരായിരുന്നു ഓഡീഷൻ. അവനിപ്പോൾ താമസിക്കുന്നത് പാലക്കാടും. അക്ഷയ സെന്ററിലേക്ക് പോകാൻ ഇറങ്ങിയ അവനാകട്ടെ ആകെ കൺഫ്യൂഷനിലായി. ആ ഓഡീഷനിൽ പങ്കെടുക്കാൻ പോകണോ അതോ പാസ്പോർട്ട് എടുക്കാൻ പോകണോ എന്ന് കുറെ നേരം ആലോചിച്ച് നിന്നിട്ട് അവസാനം അവൻ തൃശ്ശൂരേക്ക് വണ്ടി കയറുന്നു. ഒരു പുതിയ ഡയറക്ടറിന്റെ പടമായിരുന്നു അത്. പുതുമുഖങ്ങളെയായിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ജ്യോതിഷ് കഴിഞ്ഞ ഓഡീഷനിൽ വെച്ചിട്ട് വഴക്കുണ്ടാക്കിയ ആ ഷൈൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഡയറക്ടർ നല്ല വ്യക്തിയായിരുന്നു. ജ്യോതിഷിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് അയാൾ വിളിച്ചത്. ഒരു സീൻ ചെയ്ത് കാണിക്കാമെന്ന് ചോദിക്കുമ്പോൾ ആ പ്രൊഡ്യൂസർ ആകട്ടെ അവന്റെ ഫേസ് കണ്ടിട്ട് ഇവനേക്ക് എന്തിനാ ഇതിൽ അഭിനയിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നു. പുതുമുഖങ്ങളായ ആൾക്കാരെ കാണാൻ പോലും ആൾക്കാർ വരില്ല. അപ്പൊ ഇവനെ പോലെ ഒരുത്തനെ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ ആ സിനിമ ഓടില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നു. ആകെ സങ്കടത്തോടു കൂടിയാണ് ജ്യോതിഷ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ ഡയറക്ടറിന് വിഷമം ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ ഇങ്ങനെയൊക്കെ സംസാരിച്ചതിൽ. അവൻ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ട് അവൻ പാസ്പോർട്ട് എടുക്കാൻ പോയതല്ല എന്ന്. അവൻ ഇതുപോലെ ഒഡീഷന് പോയതാണെന്ന് അറിഞ്ഞതോടുകൂടി അവന്റെ അമ്മ ആകെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവർ കൊടുത്ത 2000 കുറെ രൂപ അവൻ ചെലവാക്കുകയും ചെയ്തു. പലരുടെയും വേസ്റ്റ് വാരി ഉണ്ടാക്കുന്ന കാശായിരുന്നു അതെന്ന് പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് ആകെ ബഹളം ഉണ്ടാക്കിയാണ്. അവന്റെ അച്ഛനെ പോലെ തന്നെ അവനും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ കുടുംബം നശിക്കുമെന്നാണ് അവർ പറയുന്നത്. ദേഷ്യത്തിൽ അവന്റെ അമ്മയും പറയുന്നുണ്ട്, ഈ ഫേസും വെച്ച് പോയി കഴിഞ്ഞാൽ നിനക്ക് നായകനാകാനും പറ്റില്ല, ആരും നിന്നെ അഭിനയിപ്പിക്കത്തുമില്ല എന്ന്. വീട്ടുകാരുടെ ഇൻസൾട്ടും കൂടെ ആയതോടുകൂടി അവൻ സങ്കടപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങി. അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് തിരിച്ചു പോയില്ല. പിറ്റേന്ന് രാവിലെ അവന്റെ കൂട്ടുകാരെല്ലാം അവനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. സന്ധ്യയെ പോലും അവർ വിളിച്ചു ചോദിക്കുന്നുണ്ട് അവൻ അങ്ങോട്ടേക്ക് വന്നു എന്ന്. അവനെ കാണാനില്ല എന്നറിഞ്ഞതോടുകൂടി അവളും ആകെ സങ്കടപ്പെട്ടു. സ്ഥിരമായിട്ട് അവൻ പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം അവൾ പോയി അന്വേഷിക്കുന്നുണ്ട്. ഒടുവിൽ ഒരിടത്ത് വെച്ചിട്ട് അവനെ കണ്ടുകിട്ടി. ആരോടും പറയാതെ ഇങ്ങനെ ആൾക്കാരെ പേടിപ്പിക്കാൻ നീ എന്തിനാ ഇറങ്ങിപ്പോയെന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് വഴക്കിടുമ്പോ അവൻ ആകെ സങ്കടപ്പെട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ചെയ്യുന്നത്. അവൾ അവനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് തന്റെ വീടിന്റെ പാലുകാച്ചാണ്, നീ എവിടേക്ക് വരണമെന്ന്. അച്ഛനോട് വന്ന് നമ്മളുടെ കാര്യം സംസാരിക്കണം. അവൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് വിളിച്ച പ്രകാരം അവൻ അവിടെ ചെല്ലുന്നുണ്ട്. എന്നാൽ ആ കസിൻ ആകെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ എന്തൊക്കെ വന്നാലും ഇവനെ കിട്ടുമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവളുടെ അച്ഛന് അവരുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം അവന്റെ ഈ അസുഖം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത് അവന് സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. എന്നാൽ അവൻ വേറെ ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെന്ന് അവൾ പറയുന്നു. എന്ത് ജോലിക്ക് നീ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ താൻ സിനിമയിലൊക്കെ ആക്ടർ ആവാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അത് കേട്ട് അയാൾ പുച്ഛിച്ച് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയ അവനാകട്ടെ ഗണേശനെ കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം അവനോട് പറയുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കാനാണ് അവൻ പറയുന്നത്. നീ ഇതുപോലെ ആദ്യം എതിർത്തതല്ലേ, ഇപ്പൊ നീ എന്റെ അടുത്ത് മിണ്ടുന്നില്ലേ, അതുപോലെ നാളെ അവളുടെ വീട്ടുകാരും മിണ്ടിക്കോളും. അവൻ അങ്ങനെ പറയുന്ന കേട്ടിട്ട് ജ്യോതിഷിന് ദേഷ്യം വരുന്നുണ്ട്. അവന്റെ വണ്ടിയിൽ കയറാതെ ജ്യോതിഷ് നടന്നു പോകുന്ന കണ്ടിട്ട് ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ ജ്യോതിഷ് അവനോട് പറയുന്നുണ്ട് നീ പോയി ചാകടാന്ന്. അവനത് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാകട്ടെ ഗണേഷ് വണ്ടിയിൽ നിന്ന് വീഴുന്നതാണ് കാണുന്നത്. ജ്യോതിഷ് പേടിച്ച് ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയതെന്ന് ജ്യോതിഷിന് മനസ്സിലായില്ല. പിന്നീടാണ് അവൻ അറിയുന്നത് അവന് ചെറുപ്പം മുതലേ ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നുവെന്നും ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നതാണെന്നും. ഇതെല്ലാം അറിഞ്ഞു തന്നെയായിരുന്നു ജ്യോതി അവനെ സ്നേഹിച്ചതും വിവാഹം കഴിച്ചതും. പിന്നീട് കാണിക്കുന്നത് ഗണേശിന്റെ മരണാനന്തര ചടങ്ങുകളാണ്. ഗണേശിന്റെ മരണത്തോടുകൂടി ഗർഭിണിയായ ജ്യോതി ഒറ്റയ്ക്കായി. ജീവിത ചെലവുകൾക്ക് പോലും കാശില്ലാത്ത കാരണം അവള് ബുദ്ധിമുട്ടുന്ന കണ്ട ജ്യോതിഷാകട്ടെ ഗണേശിന്റെ ഓട്ടോ എല്ലാം ക്ലീൻ ആക്കിയെടുത്ത് പിന്നീട് അവൻ ഓട്ടോ ഓടാൻ തുടങ്ങി. ആ കാശ് കൊണ്ടുവന്ന് ജ്യോതിയുടെ കയ്യിലും കൊടുക്കുന്നു. അതിന്റെ ഇടയ്ക്ക് പല ഓഡീഷന്റെ കോളുകൾ വന്നെങ്കിലും അവൻ അതിനൊന്നും തന്നെ പോയില്ല. അങ്ങനെ ഒരു ദിവസം അവൻ ലാസ്റ്റ് പോയ ആ ഓഡീഷനിലെ ഡയറക്ടറിനെ അവൻ വഴിയിൽ വെച്ച് കാണുന്നുണ്ട്. അവനെ ഇൻസൾട്ട് ചെയ്ത ആ പ്രൊഡ്യൂസറുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാത്ത കാരണം ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പുതിയൊരു പ്രൊഡ്യൂസറിനെ കാണാനാണ് ഈ ഡയറക്ടർ ഇവിടെ വന്നത്. താൻ എന്തായാലും ഒന്നുകൂടെ വന്ന് ഓഡീഷൻ അറ്റൻഡ് ചെയ്യണമെന്ന് ഈ ഡയറക്ടർ പറഞ്ഞെങ്കിലും ഞാൻ ഇനി അതിനൊന്നും വരുന്നില്ല, എനിക്കതൊന്നും നടക്കും തോന്നുന്നില്ല, എന്റെ ഇപ്പോഴത്തെ റോള് ഈ ഡ്രൈവറുടെ റോളാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോയി. പിന്നീട് ജ്യോതിഷ് തന്റെ സഹോദരിയും കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഹോസ്പിറ്റലിലെ വാർഡ് കണ്ടപ്പോ അവളാകട്ടെ അവനോട് പറയുന്നുണ്ട് നിന്റെ ആദ്യത്തെ കാമുകി ജിജി നിന്നെ ഇട്ടിട്ട് പോയ സമയത്ത് നീ എലിവശമൊക്കെ കുടിച്ചിട്ട് ഇവിടെയല്ലേ കിടന്നത്. ആ സമയത്ത് ഗണേശിന്റെ കൂടെ ഞാൻ നിനക്ക് ആഹാരമായിട്ട് വരുമായിരുന്നില്ലേ. ആ ടൈമിലാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായത്. അന്ന് അവന്റെ കൂടെ പോയത് എന്തുകൊണ്ട് നന്നായെന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവനിപ്പോ എന്റെ കൂടെ ഇല്ലെങ്കിലും അവന്റെ കൂടെ ജീവിച്ച ലൈഫിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. ഞാൻ ഇപ്പോഴും ഹാപ്പി തന്നെയാണ്. അതും പറഞ്ഞിട്ട് അവൾ ചെക്കപ്പ് നടക്കുന്ന റൂമിലേക്ക് പോയി. അവളുടെ ആ വാക്കുകളൊക്കെ കേട്ടപ്പോ താനും തന്റെ ലൈഫിൽ സ്വപ്നങ്ങളൊന്നും ഉപേക്ഷിക്കേണ്ടെന്ന് അവന് തോന്നി. ആ ഡയറക്ടർ വിളിച്ച ഓഡീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്
അവൻ അവിടെ ചെല്ലുന്നു. അതേ ടൈമിൽ ആ ഷൈൻ ആകട്ടെ തനിക്കൊരു റോള് വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ വാശി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ഡയറക്ടർ ഷൈനോട് പറയുന്നുണ്ട് താൻ അഭിനയിച്ചിട്ട് ശരിയാക്കുന്നില്ല, എന്തായാലും ജ്യോതിഷിന്റെ ഒന്ന് നോക്കട്ടെ എന്ന്. ഇത് കേട്ടിട്ട് ഷൈന് ദേഷ്യം വരുന്നു. ഞാനൊക്കെ ഇവിടെ ഉള്ളപ്പോ ഇവനെ പോലൊരുത്തൻ ഇവിടെ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഷൈൻ ദേഷ്യത്തില് ജ്യോതിഷുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയുമായി. ആ അടിയിൽ ജ്യോതിഷിന്റെ എല്ലുകൾക്കൊക്കെ പൊട്ടലുണ്ടായി. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. ഡയറക്ടർക്കും മറ്റുള്ളവർക്കും ചെറിയ പരുക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം വലിയ ന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ വന്ന് ജ്യോതിഷിനോട് പറയുന്നുണ്ട് തൽക്കാലം നീ ഇതൊക്കെ മാറി ഭേദമായിട്ട് ഇനി ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നാൽ മതിയെന്ന്. എന്നാൽ ഇവിടെ വെച്ച് എന്റെ ഓഡീഷൻ എടുക്കാമെന്നാണ് അവൻ ചോദിക്കുന്നത്. അവന്റെ നിർബന്ധം കാരണം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അവർ ഓഡീഷൻ എടുക്കുന്നു. അവന് കൊടുക്കുന്ന സീൻ ഇതായിരുന്നു: മരിച്ചുപോയ അച്ഛന്റെ ബുള്ളറ്റിന്റെ താക്കോലാണിത്, നിന്റെ അമ്മ ഇതെനിക്ക് വിറ്റു, നീ ഇത് എന്തെങ്കിലും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങണം. അങ്ങനെ അവൻ ഇമോഷണൽ ആയിട്ട് തന്റെ അച്ഛൻ മരിച്ചതിനെ പറ്റിയും അച്ഛന്റെ ഓർമ്മകളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ആ ബുള്ളറ്റ് എനിക്ക് വേണമെന്ന് കേൺ അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും അയാൾ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറഞ്ഞ് അവനത് വാങ്ങിയെങ്കിലേ പറ്റൂ. ഇമോഷണലി നോക്കിയിട്ട് ഒന്നും നടക്കാത്ത കാരണം അവസാനം അവൻ ഒരു അടവ് പ്രയോഗിക്കുന്നു. ആ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്കാണ് എന്റെ അച്ഛനും മരിച്ചത്. എന്റെ അളിയനും ആ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് അറ്റാക്ക് വന്നാണ് മരിച്ചത്. ആ ബുള്ളറ്റ് ഒരു മാൻഡ്രേക്കാണ്, അത് ഓടിക്കുന്നവരൊക്കെ മരിക്കും. നിങ്ങൾ നിങ്ങളുടെ മകന് കൊടുക്കാനല്ലേ ആ ബുള്ളറ്റുമായിട്ട് പോകുന്നത്, ആ ബുള്ളറ്റ് ഓടിച്ചാൽ നിങ്ങളുടെ മകനും മരിക്കും. അങ്ങനത്തെയൊക്കെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പിന്നീട് ആ ബുള്ളറ്റ് ഉപയോഗിക്കാൻ നിൽക്കില്ല, അത് തിരിച്ചു കൊടുക്കും. അവനോട് പറഞ്ഞ ടാസ്ക് അവൻ കംപ്ലീറ്റ് ചെയ്തു. ഇമോഷണലി പറഞ്ഞിട്ട് നടക്കാത്ത കാര്യം പേടിപ്പിച്ചിട്ടായാലും അവൻ നേടിയെടുത്തു. അവന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഡയറക്ടർ പറയുന്നുണ്ട് ആദ്യത്തെ റൗണ്ട് നീ ക്ലിയർ ചെയ്തു, ഇനി ഒരു ഫൈനൽ റൗണ്ടും കൂടി ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും നീ ഇതൊക്കെ ഭേദമായിട്ട് വരണമെന്ന്. അവന്റെ പെർഫോമൻസ് എല്ലാം കണ്ട് അവന്റെ വീട്ടുകാരും നിറ കണ്ണുകളോട് നിൽക്കുകയായിരുന്നു. അഭിനയത്തിൽ അവന് നല്ല കഴിവുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ആ സംഭവത്തിന് ശേഷം അവന്റെ അമ്മയും അവനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് പുതുമുഖങ്ങൾ അഭിനയിക്കുന്ന ആ ഒരു സിനിമയിൽ അവനും നല്ലൊരു റോൾ ലഭിക്കുകയും ആ സിനിമ പൂർത്തീകരിച്ച ശേഷം ഇവന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് തിയേറ്ററിൽ ആ സിനിമ കാണുന്നതുമാണ്. അങ്ങനെ ഒരുപാട് അപമാനങ്ങൾ നേരിട്ട ശേഷവും താൻ ആഗ്രഹിച്ചൊരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിച്ച ജ്യോതിഷിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.